BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. വനിതാ സംവരണ ബിൽ ഭേദഗതി മണ്ഡല പുനർനിർണയത്തിൽ തട്ടി ലോക്സഭയിൽ പരാജയപ്പെട്ടത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ വനിതാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. എന്നാൽ പാർലമെന്റിൽ ഇതിനെതിരെ കടുത്ത വിയോജിപ്പുകളായിരുന്നു ഉയർന്നത്. വരാൻ പോകുന്ന 2029 തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും ബംഗാൾ, തമിഴ്നാട് തിരഞ്ഞെടുപ്പുകളിൽ അജണ്ടയാകാനും ലക്ഷ്യമിട്ടാണ് തിടുക്കത്തിൽ സർക്കാർ വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി രംഗത്തെത്തിയതെന്നായിരുന്നു ബില്ലിനെതിരെ ഉയർന്നു വന്ന പ്രതിഷേധം. 543 അംഗബലമുള്ള ലോക്സഭയിൽ 489 പേരായിരുന്നു വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. ഇതിൽ 278 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 211 പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ബില്ലിൽ ലോക്സഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമായായിരുന്നു. കൂടാതെ ഈ ബില്ലിൽ ഏറ്റവും കൂടുതൽ വിയോജിപ്പുണ്ടായിരുന്നതും പ്രതിപക്ഷത്തിനായിരുന്നു. എന്നാൽ ബില്ല് പാർലമെന്റിൽ പരാജയപ്പെട്ടതോടെ NDAയുടെ ഭാഗത്തു നിന്നും നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. NDA വനിതാ MPമാർ പാർലമെന്റിൽ പ്രത്യേക പ്രതിഷേധം സംഘടിപ്പിക്കുകയും രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് NDA തീരുമാനിക്കുകയും ചെയ്തിരുന്നു. വനിതാ സംവരണം ഇല്ലാതാക്കിയതിൽ ലജ്ജിക്കൂ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു NDA വനിതാ MPമാർ പ്രതിഷേധിച്ചത്. കൂടാതെ അമിത്ഷായും പ്രതിപക്ഷം എതിർക്കുന്നത് വനിതാ സംവരണത്തെയല്ല, മറിച്ച് അത് നടപ്പിലാക്കുന്നതിനെയാണെന്നും വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ ബില്ലിനെതിരെ പ്രതികരിച്ച് നിരവധി പ്രമുഖ നേതാക്കളായിരുന്നു മുന്നോട്ട് വന്നത്. KC വേണുഗോപാൽ, ഷാഫി പറമ്പിൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തുടങ്ങിയ നിരവധി പ്രമുഖർ ഇതിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പരാജയപ്പെട്ടാലും പിൻവലിക്കില്ലെന്നും പരാജയം നേരിടുമെന്നായിരുന്നു NDA വൃത്തങ്ങൾ അറിയിച്ചത്. ബിൽ വോട്ടിനിട്ട് തള്ളിയാൽ വൻ പ്രചാരണവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിനെതിരെ അടക്കം വൻ പ്രചാരണം നടത്തുമെന്നായിരുന്നു ധാരണ. എന്നാൽ ഏപ്രിൽ 18 രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം മുന്നേറുന്നത്. ഇതിനിടെ വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കാത്തതിലൂടെ പ്രതിപക്ഷം തെറ്റു ചെയ്തു എന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഈ വിമർശനം പ്രധാനമന്ത്രി ഉയർത്തിയത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചപ്പോൾ ഭരണഘടനാ ഭേദഗതി പാസാക്കാനാവശ്യമായ 2/3 ഭൂരിപക്ഷം നേടാൻ സർക്കാരിനാകാത്തതിൽ അമർഷങ്ങൾ നിലനിൽക്കുമ്പോൾ വീണ്ടും ബില്ല് ജനങ്ങളിലൂടെ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുകയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതും കണ്ടറിയേണ്ടതാണ്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.